വൺ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാവ പ്രോഗ്രാമിങ്ങിൽ എങ്ങനെ നമുക്ക് പ്രൈം നമ്പേഴ്സ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്പർ കൊടുത്താൽ എങ്ങനെ പ്രൈം നമ്പർ കാണാമെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു നമ്പർ വെച്ചിട്ട് എങ്ങനെ പ്രൈം നമ്പർ കാണാം. അതായത് യൂസർ ടൈപ്പ് ചെയ്യുകയാണ്, ഇന്ന നമ്പറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ നമ്പർ ആക്സസ് ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് പ്രോസസ്സ് നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പ്രൈം നമ്പർ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ജസ്റ്റ് ഞാൻ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നമ്പർ പ്രൈം നമ്പർ എന്ന് പറഞ്ഞ ആ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. 0 1 വരില്ല, 1നേക്കാൾ വലിയൊരു നമ്പർ ആയിരിക്കും. മാത്രമല്ല അതിന് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, അത് ഡിവൈഡഡ് ബൈ 1 ആണ്. അതായത് ആ നമ്പറിനെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ്സെൽഫ് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ 7 ആണെങ്കിൽ 7/7 എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാം. വേറെ ഒരു നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത്ര നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, പ്രൈം നമ്പേഴ്സ് കാൺ ബി ഡിവൈഡഡ് ബൈ അതർ നമ്പേഴ്സ് ദാൻ ഇറ്റ്സെൽഫ് ഓർ 1. അതായത് 1 കൊണ്ടോ ഇറ്റ്സെൽഫ് കൊണ്ടോ അല്ലാതെ വേറൊരു നമ്പർ വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് 2, 3, 5, 7, 11, 13, 17 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു നമ്പർ, ഏത് നമ്പർ ആയിക്കോട്ടെ, ഒരു നമ്പർ എടുത്തിട്ട് ഇപ്പോൾ 1, 2, 5, 7 എന്നോ ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് നമുക്ക് അത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ചെറിയ നമ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് ബൈ ഹാർട്ട് സിസ്റ്റം വെച്ചിട്ടൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും, അത്രയും നമ്പർ വരെയൊക്കെ പ്രൈം നമ്പേഴ്സാണ്, ഇന്നതൊക്കെ പ്രൈം നമ്പേഴ്സാണെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. അതല്ലാത്ത കേസിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് ഈ ലോജിക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്തരം പ്രോഗ്രാമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്തിരുന്നതും ഇവിടെ പ്രീ ഡിഫൈൻഡ് അല്ല. യൂസർ പറയുന്നതിനനുസരിച്ച് സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ജാവ പ്രോഗ്രാം തുടങ്ങാം. ഇമ്പോർട്ട് ജാവ യൂട്ടിൽ സ്കാനർ പബ്ലിക് സ്റ്റാറ്റിക് പ്രൈം എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് ഇതൊക്കെ നമ്മൾ സാധാരണ ജാവക്കകത്ത് വരുന്ന ആ ഒരു റൂട്ട് തന്നെ. പിന്നെയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്, സ്കാനർ യെസ് ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ടിന്. അതായത് നമുക്ക് സ്കാൻ ചെയ്യേണ്ടതുണ്ട് ഒരു നമ്പർ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാനർ എന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ സിസ്റ്റം ഔട്ട് പ്രിൻറ്റ്, എന്താ പ്രിൻറ്റ് ചെയ്യേണ്ടത്, എൻ്റർ ചെയ്യുക നമ്പർ. ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലത്തെ പ്രോഗ്രാമിനകത്ത് പറഞ്ഞിരുന്നില്ല, അത് സിസ്റ്റം തന്നെ ഒരു നമ്പർ കൊടുത്തിരിക്കുകയായിരുന്നു, നമ്മൾ പ്രോഗ്രാമിൽ തന്നെ കൊടുത്തിരിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, യൂസറോട് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ലോജിക്ക് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ എസ് ഡോട്ട് നെക്സ്റ്റ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും, യൂസർക്ക് ഒരു നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ കൊടുത്തു. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്, ഇഫ് ഈസ് പ്രൈം എൻ സിസ്റ്റം ഔട്ട് പ്രിൻ്റ് ഈസ് എ പ്രൈം നമ്പർ. അതായത് ചെക്ക് ചെയ്യാണ്, അത് ഈസ് പ്രൈം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട് ആ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യും, അതിനകത്ത് നിന്ന് കിട്ടുന്ന റിസൾട്ടിനനുസരിച്ച് ട്രൂ ആണോ ഫാൾസ് ആണോ അതിനനുസരിച്ചാണ് നമ്മൾ ഇതിനകത്ത് ഈസ് പ്രൈം നമ്പർ ആണോ, ഈസ് നോട്ട് എ പ്രൈം നമ്പർ ആണോ എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈസ് പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫംഗ്ഷൻ്റെ ഒരു ആൻസർ ഉണ്ടായിരിക്കുമല്ലോ, റിസൾട്ട്, അതിനനുസരിച്ചായിരിക്കും ഏത് പ്രിൻറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഒന്നുകിൽ സിസ്റ്റം ഔട്ട് പ്രിൻ്റലിന് എന്ത് പ്രിൻറ്റ് ചെയ്യും, ഈസ് എ പ്രൈം നമ്പർ എന്ന് പ്രിൻറ്റ് ചെയ്യും. എൽസ് പാർട്ടിൽ എന്താണുള്ളത്, സിസ്റ്റം ഔട്ട് പ്രിൻ്റലൻ ഈസ് നോട്ട് എ പ്രൈം നമ്പർ. അപ്പോൾ ഒന്നെങ്കിൽ പ്രൈം നമ്പർ ആണ്, അല്ലെങ്കിൽ അല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ പബ്ലിക് സ്റ്റാറ്റിക് ബൂളിയൻ ഈസ് പ്രൈം ഇന്ത്യൻ. അതായത് ഈസ് പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ അവിടെ ഇൻവോക്ക് ചെയ്തത്. അത് വെച്ചിട്ടാണ് നമുക്കിതിൻ്റെ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുക. സോ നമ്മുടെ ലോജിക്ക് കിടക്കുന്നത് ഇവിടെയാണ്. ഇഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, നമ്മൾ കൊടുത്ത ആ നമ്പർ, യൂസർ കൊടുത്ത നമ്പർ 1 ആണെങ്കിലും ലെസ് ദാൻ 1 ആണെങ്കിലും റിട്ടേൺ ഫാൾസ് അടിക്കും. ഓക്കെ, അപ്പോൾ ഒരിക്കലും അതെന്തല്ല, ഇസ് നോട്ട് എ പ്രൈം നമ്പർ എന്നാണ് അവിടെ വരിക. പിന്നെ വരുന്ന ലോജിക്, അതായത് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളത് ഫാൾസ് ആണ്. അതായത് n 1നേക്കാൾ വലിയൊരു നമ്പറാണ് എങ്കിൽ നമ്മുടെ ഫോർ ലൂപ്പിലേക്ക് വരും. ഇൻറ്റ് i ഈക്വൽ ടു 2, i ലെസ് ദാൻ മാത്ത് സ്ക്വയർ റൂട്ട് ഓഫ് n i പ്ലസ് പ്ലസ്. അതായത് i നമുക്ക് 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി, കാരണം അവിടെ നിന്ന് തൊട്ടേ നമ്മുടെ പ്രൈം നമ്പേഴ്സ് ഉള്ളൂ. പിന്നെ വരുന്നത് മാത്ത് സ്ക്വയർ റൂട്ട്, നമ്മൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്, അല്ലാതെ നമ്പർ വരെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിവൈഡഡ് ബൈ 2 വെച്ചിട്ട് അതുവരെ ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ക്വയർ റൂട്ട് കണ്ടിട്ട് അതുവരെയൊക്കെ ചെയ്യാൻ കഴിയും.
എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും ഇഫ് എൻ മോഡുലസ് ഐ ഈക്വൽ ടു 0 ആണോ. മോഡുലസ് കാണുമ്പോൾ 0 ആണെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ ഫാൾസ് അടിക്കും. അതാണെങ്കിൽ ട്രൂ ആണെങ്കിൽ ഓക്കെ. ഫാൾസ് അടിച്ചിട്ട് നമ്മൾ അവിടെ അപ്പുറത്ത് എന്താണ് ഫാൾസിൽ വരുന്നത്, ഇസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് വരും. അതല്ല അത് 0 വരുന്നില്ല എങ്കിലോ വീണ്ടും നമ്മളുടെ ഫോർ ലൂപ്പിലേക്ക് പോകും, i++ ചെയ്യും. എന്നിട്ട് ആ i++ എന്ന നമ്പർ, അതായത് 3 എന്നിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ നേക്കാൾ ചെറുതാണെങ്കിൽ വീണ്ടും നമ്മളുടെ ഓപ്പറേഷൻ ചെയ്യും ഇഫ് എൻ മോഡുലസ് ഐ ഈക്വൽ ടു 0 ആണോ. അവിടെയും അത് ട്രൂ അല്ല ഓക്കെ. അപ്പോൾ വീണ്ടും നമ്മൾ ഫോർ ലൂപ്പിലേക്ക് തന്നെ കയറും, i++ ചെയ്യും, 4 ആകും. പിന്നെയും അത് കണ്ടീഷൻ ചെക്ക് ചെയ്യും, പിന്നെയും എൻ മോഡുലസ് ഐ ചെക്ക് ചെയ്യും, പിന്നെയും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരും. ഏത് വരെ, മാച്ച് സ്ക്വയർ റൂട്ട് തന്നെ ആകുന്നത് വരെ, അതായത് ഐ ഈക്വൽ ടു മാച്ച് സ്ക്വയർ റൂട്ട് ആവുന്ന സാഹചര്യം വരുന്നവരെ അതങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നുകിൽ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് അടിക്കും, അതല്ലെങ്കിൽ എൻ മോഡുലസ് ഐ ഈക്വൽ ടു 0 ട്രൂ ആവുന്നത് വരെ. അപ്പോൾ എൻ മോഡുലസ് ഐ ഈക്വൽ ടു ട്രൂ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുക. കാരണം എന്താണ്, അത് പ്രൈം നമ്പർ എല്ലാം നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. പകരം ആ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട്, അതായത് ഒരിക്കലും അത് ട്രൂ ആവാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ആ പ്രോസസ്സ് ഫോർ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഫൈനലി അത് എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഐ ലെസ് ദാൻ മാച്ച് സ്ക്വയർ റൂട്ട് ഓഫ് എൻ, അത് ഫാൾസ് ആയി കഴിഞ്ഞാൽ ആ ഫോർ ലൂപ്പിൽ നിന്ന് അങ്ങ് എക്സിറ്റ് അടിക്കും. അവിടെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റിട്ടേൺ ട്രൂ ഓക്കെ. അപ്പോൾ അവിടെയാണ് റിട്ടേൺ ട്രൂ ഉള്ളത്. അപ്പോൾ റിട്ടേൺ ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് എ പ്രൈം നമ്പർ. അപ്പോൾ ഏത് നമ്പറാണോ കൊടുത്തത് അത് പ്രൈം നമ്പർ ആണോ അല്ലോ എന്ന് കാണാനുള്ള ലോജിക്കാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിനേക്കാൾ മാറ്റം വരുന്നത് കാര്യമായിട്ടുള്ളത് എന്താണ്, യൂസറാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഏറെ കൊടുത്തു. അപ്പോൾ അവർക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഒരു വേറെ രീതിയിലാണ് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നത്. നമ്മൾ ഇതിൻ്റെ കണ്ടീഷനൊക്കെ തന്നെ നമ്മൾ ആ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ കണ്ടീഷനിലെത്തുമ്പോൾ നേരെ ഫംഗ്ഷനിലേക്ക് ചെല്ലും, എന്നിട്ട് 1നേക്കാൾ ചെറിയ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യും. അതല്ലെങ്കിൽ വന്നിട്ട് നമ്മളുടെ ഫോർ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യും. അവിടെ ഫോർ ലൂപ്പ് ഫസ്റ്റ് എൻ മോഡുലസ് ഐ ഈക്വൽ ടു 0 ആണോ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ റിട്ടേൺ ഫാൾസ് അടിക്കും. റിട്ടേൺ ഫാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് വരിക. എന്താണ്, റിട്ടേൺ ഫാൾസ് എൽസ് പാർട്ടിൽ ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് വരും ഓക്കെ. അതല്ല അത് ഫാൾസ് ആണ്, അതായത് ഈ കണ്ടീഷൻ ഫാൾസ് ആണ് എങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഫോർ ലൂപ്പിലേക്ക് ഇതിലേക്ക് വരും. എന്നിട്ട് പിന്നെ ഇത് ഇൻക്രിമെൻ്റ് ചെയ്യും, പിന്നെ ഇത് ചെക്ക് ചെയ്യും. അപ്പോൾ ഇതും ട്രൂ ആണെങ്കിൽ പിന്നെ ഇതിലേക്ക് വരും, അത് ഫാൾസ് ആണെങ്കിൽ പിന്നെ ഇതിലിങ്ങോട്ട് വരും. അങ്ങനെ ഇങ്ങനെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഇത് ട്രൂ ആവുന്നത് അപ്പോൾ റിട്ടേൺ ഫാൾസ് അടിക്കും. പക്ഷെ ഓരോ വട്ടം ഇത് ചെയ്യുമ്പോഴും ഇത് ട്രൂ ആവുന്നില്ല എങ്കിൽ ഇങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് എവിടെ എത്തും, ഇതിന്ന് എക്സിറ്റ് അടിക്കുന്നത് വരെ, അതായത് ഈ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് വരെ മുന്നോട്ട് പോകും. കണ്ടീഷൻ ഫാൾസ് ആവുന്നത് കൂടി ഈ കേർലി ബ്രേസ് എക്സിറ്റ് അടിക്കും. പിന്നെ വരുന്നത് റിട്ടേൺ ട്രൂ ആണ്. അത് നമ്മളുടെ ആ റിസൾട്ടാണ്. എന്തായിരുന്നു ആ റിസൾട്ട്, ഇസ് എ പ്രൈം നമ്പർ. ഇത്രയാണ് നമ്മളുടെ പ്രൈം നമ്പർ ആണോ ഇല്ലയോ എന്നുള്ള പ്രോഗ്രാമുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് 3 ഇസ് എ പ്രൈം നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ ചെയ്ത് നോക്കാം, സിസ്റ്റത്തിൽ ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ. അപ്പോൾ കൺസെപ്റ്റൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.